ഹായ് ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യലാണ്. ഇന്ന് സാധനം വാങ്ങിക്കാൻ പുറത്തു പോയപ്പോഴത്തേക്ക് എൻ്റെ മോഡ് ആഗ്രഹമാണ് ചോളം ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചോളം മേടിച്ചിട്ട് ഇതിനെ ഒന്ന് പുഴുങ്ങി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വായോ, നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്കന്നേരം ആദ്യം ഈ ചോളത്തിൻ്റെ ഈ പുറത്തുള്ള ഈ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഗൈസ്. 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഉള്ളിലോട്ട് പൊളിച്ച് വരുമ്പോഴത്തേക്ക് ചെറുതായിരിക്കും കാണുന്ന സംഭവം കൊള്ളാം. ഇങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. നാരെല്ലാം എടുത്ത് കളഞ്ഞു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ. രണ്ടാമത്തതും കൂടെ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അതിന് വലിയ തൊലിയൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. ചെറിയ ചോളമാണ്. ഇതിന് നാരുണ്ട്. നാരൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിനേക്കാട്ട് ഇത്തി കൂടെ വലുതാണ് ഇത് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുക്കാം. ഇനി നമുക്ക് കഴുകിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പീസാക്കണം. 3-4 പീസാക്കണം. നമ്മൾ കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. കത്തി വെച്ചിട്ടിങ്ങനെ കറക്റ്റിട്ടിങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. ഒടിച്ചെടുക്കാൻ പറ്റും. 3 പീസാക്കി കേട്ടോ. ഇത് ഒടിച്ചെടുത്തു. അല്ല, കുക്കർ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് നമുക്കൊന്ന് 2 വിസിലടുപ്പിക്കാം. പിന്നെ ശകലം ഉപ്പൂടിടാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് 2 വിസിലടുപ്പിക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചു. ഇനി കുക്കർ വിസിലടിക്കാം. വിസിലടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് പറ്റി കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ അടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. വെന്ത് കഴിഞ്ഞപ്പോൾ അത് വേറൊരു നിറമായിട്ടുണ്ട് കേട്ടോ. മഞ്ഞ നിറമൊക്കെ പോയി വേറൊരു നിറമായി. ഇനി കുറച്ച് മുളക് പൊടി ഇടാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇടാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് പുരട്ടിയെടുക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്. കാരണം ഇത് ഞങ്ങൾ നേരത്തെ ഒരിടത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിതൊരു ഉണ്ടാക്കിയിട്ടില്ല. ഒരാൾ ഉണ്ടാക്കിത്തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഒക്കെ ഒന്ന് ഇടുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.